ഗാസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിവെപ്പിൽ മാധ്യമപ്രവർത്തകരുൾപ്പെടെ 4 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഖാൻ യൂണിസിലുണ്ടായ ആക്രമണത്തിൽ മുഹമ്മദ് വാദി എന്ന മാധ്യമപ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത്. ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിന് സമീപം ഒരാളും അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മറ്റു 2 പേരുമാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 3 ഇസ്രയേലികളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നാരോപിച്ചാണ് 2 പലസ്തീനികളെ ഇസ്രയേൽ സൈന്യം വെടിവെച്ച് കൊന്നത്. 18ഉം 17ഉം വയസ്സുള്ളവരാണ് കൊല്ലപ്പെട്ടത്. 2 ഇസ്രയേൽ സൈനികരെ കുത്തി പരിക്കേൽപ്പിച്ചയാളാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാളെന്ന് സൈന്യം അവകാശപ്പെട്ടു. അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചയാളാണ് കൊല്ലപ്പെട്ട 2ാമത്തെയാള് എന്നാണ് ഇസ്രയേലിന്റെ വാദം. വെസ്റ്റ് ബാങ്കിൽ ആക്രമണത്തിൽ 2 സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേലും സ്ഥിരീകരിച്ചു. ഇതിനു മുൻകൈയെടുത്ത പോരാളികളെ ഹമാസ് അഭിനന്ദിച്ചു. വെടിനിർത്തൽ 52 നാളുകൾ പിന്നിട്ടുവെങ്കിലും മരുന്നുപകരണങ്ങളും ലഭിക്കാതെ ഗാസയിലെ ആരോഗ്യമേഖല വൻ പ്രതിസന്ധി നേരിടുന്നതായി സന്നദ്ധ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ഇസ്രയേൽ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. എന്നാൽ സൈന്യത്തിന്റെ സുരക്ഷയ്ക്കായുള്ള പ്രതിരോധ നടപടികൾ മാത്രമാണ് നടത്തുന്നത് എന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം. അതേസമയം അവശേഷിച്ച 2 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ ഒന്ന് ഇന്ന് തന്നെ ഇസ്രയേലിന് കൈമാറുമെന്ന് ഹമാസും അറിയിച്ചു. അവസാന ബന്ദിയുടെ മൃതദേഹത്തിനായുള്ള തെരച്ചിലും പുരോഗമിക്കുകയാണ്. 500-ലേറെ തവണ കരാർ ലംഘിച്ച് ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടയിലും ഗാസയിൽ 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഉടൻ തന്നെ പുനരാരംഭിക്കുമെന്ന ഖത്തർ വിദേശകാര്യ വക്താവും വെളിപ്പെടുത്തി. ഇസ്രയേലും ഹമാസും തമ്മിൽ ആശയവിനിമയം തുടരുന്നതായും മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചു. എന്നാൽ ഇസ്രയേലും ഹമാസും പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകരുത് എന്നാവശ്യപ്പെട്ട പ്രക്ഷോഭം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 70,000 കവിഞ്ഞതായി റിപ്പോർട്ടുകൾ. യുദ്ധം ആരംഭിച്ച 2023 ഒക്ടോബർ 7 മുതലുള്ള കണക്കാണ് ഇത്. വെടിനിർത്തലിന് ശേഷമുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ മാത്രം 300-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിനടുത്ത് ബെനി സുഹൈലിയയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ സഹോദരങ്ങളായ 2 കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 11ഉം 8ഉം പ്രായക്കാരായ കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗാസയെ ആക്രമിക്കുന്നത് ഇസ്രയേലിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 352 പേരാണ് വെടിനിർത്തലിന് ശേഷവും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഭീകരവാദികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് തങ്ങൾ ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രയേലിന്റെ വാദം. ഇസ്രയേലിനോട് വെടിനിർത്തൽ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സമ്മർദ്ദം ചെലുത്താൻ ഹമാസ് മധ്യസ്ഥരെ സമീപിച്ചതായും വിവരങ്ങളുണ്ട്. അതേസമയം സിറിയയിലും ഇസ്രയേൽ സൈന്യം ആക്രമണം തുടരുകയാണ്. വെള്ളിയാഴ്ച സിറിയയിൽ നടത്തിയ ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്ന ഭീകരവാദ ഗ്രൂപ്പിലെ അംഗങ്ങളെ പിടികൂടാനാണ് ഓപ്പറേഷൻ നടത്തിയത് എന്നാണ് ഇസ്രയേലിന്റെ വാദം. ഭീകരവാദികൾ സൈനികർക്ക് നേരെ വെടിയുതിർത്തുവെന്നും 6 പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. ലെബനനിലും ഇസ്രയേൽ ആക്രമണം അതിശക്തമായി തുടരുകയാണ്. അതിനിടെ അഴിമതി കേസുകളിൽ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന് മാപ്പപേക്ഷ സമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു. തനിക്കെതിരായ അഴിമതി കേസുകൾ രാജ്യത്തെ കീറിമുറിക്കുകയാണ് എന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. ഇതൊരു അസാധാരണമായ അഭ്യർത്ഥനയാണെന്നും അതിന് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നും പ്രസിഡന്റിന്റെ ഓഫീസിനറിയാം. പ്രസക്തമായ എല്ലാ അഭിപ്രായങ്ങളും ലഭിച്ച ശേഷം പ്രസിഡന്റ് ഉത്തരവാദിത്തത്തോടെ അഭ്യർത്ഥന പരിഗണിക്കും എന്നും നെതന്യാഹുവിന്റെ അപേക്ഷയിൽ ഇസ്രയേൽ പ്രസിഡന്റിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. നെതന്യാഹുവിന് മാപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ആദ്യം ഇസ്രയേൽ പ്രസിഡന്റിന് കത്തെഴുതിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഔദ്യോഗിക മാപ്പപേക്ഷ എത്തുന്നത്. തനിക്കെതിരായ 6 വർഷം നീണ്ട അഴിമതി വിചാരണ അവസാനിക്കുന്നത് ഇസ്രയേലിന്റെ ദേശീയ താൽപര്യത്തിന് അനിവാര്യമാണ് എന്നാണ് നെതന്യാഹു ഇതിന് പിന്നാലെ ഇറക്കിയ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞത്. എനിക്കെതിരായ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ട് ഏകദേശം 1 ദശാബ്ദത്തോളമായി. ഈ കേസുകളിലെ വിചാരണ ഏകദേശം 6 വർഷമായി തുടരുകയാണ്. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്കെതിരായ കേസുകൾ കെട്ടിച്ചമച്ചതാണെന്നും നെതന്യാഹു പറഞ്ഞു. എല്ലാ കുറ്റങ്ങളിൽ നിന്നും മുക്തനാകുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുക എന്നതാണ് തന്റെ താൽപര്യമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ സുരക്ഷാപരവും നയതന്ത്രപരവും ദേശീയ താൽപര്യങ്ങളും മറ്റൊന്നാണ് അവകാശപ്പെടുന്നത് എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. അതോടൊപ്പം വലിയ അവസരങ്ങളുമുണ്ട്. ഭീഷണികളെ ചെറുക്കാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ദേശീയ ഐക്യം ആവശ്യമാണ്. വിചാരണയുടെ തുടർച്ച നമ്മളെ ഉള്ളിൽ നിന്ന് കീറിമുറിക്കുന്നു. അത് ഭിന്നതകൾ സൃഷ്ടിക്കുകയും പിളർപ്പുകൾ ആഴത്തിലാക്കുകയും ചെയ്യുന്നു. രാജ്യത്തെ മറ്റനേകം ആളുകളെ പോലെ എനിക്കും ഉറപ്പുണ്ട്. വിചാരണ പെട്ടെന്ന് അവസാനിക്കുന്നത് സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാനും വിശാലമായ അനുരഞ്ജനത്തിന് വഴിയൊരുക്കാനും വളരെയധികം സഹായിക്കുമെന്ന്. അത് നമ്മുടെ രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്നും നെതന്യാഹു എടുത്തു പറഞ്ഞു. എന്നാൽ നെതന്യാഹുവിന്റെ മാപ്പപേക്ഷ തള്ളണമെന്ന് ഇസ്രയേലിലെ പ്രതിപക്ഷം പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ദീർഘകാലമായുള്ള അഴിമതി വിചാരണ അവസാനിപ്പിക്കുന്നത് നിയമവാഴ്ചയെ തകർക്കുമെന്നും ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അദ്ദേഹത്തെ അനുവദിക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു. കുറ്റസമ്മതം, ഖേദപ്രകടനം, രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നുള്ള ഉടനടി വിരമിക്കൽ എന്നിവയില്ലാതെ പ്രസിഡന്റ് നെതന്യാഹുവിന് മാപ്പ് നൽകാൻ കഴിയില്ല എന്നാണ് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.